പ്രിയപ്പെട്ട സ്പോർട്സ് പിച്ച് പ്രേക്ഷകർക്ക് നമസ്കാരം. IPL 2026 58ാം മത്സരമാണ് ഇന്നലെ കഴിഞ്ഞത്. ഈ IPL ഏറ്റവും അപകടകാരികളായ ടീം എന്നറിയപ്പെട്ടിരുന്ന പഞ്ചാബ് കിങ്സും തുടക്കത്തിലെ താളം തെറ്റി ഇപ്പോൾ ടൂർണമെന്റിൽ നിന്ന് തന്നെ പുറത്തായ മുംബൈ ഇന്ത്യൻസും തമ്മിലായിരുന്നു ആ മത്സരം. ധർമ്മശാലയിലെ മനോഹരമായ ഹിമാചൽ പ്രദേശ് ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിൽ ഇരുവരും നേർക്കുനേർ വന്നപ്പോൾ ആയിരക്കണക്കിന് കാണികളാണ് മുൾമുനയിൽ നിന്നത്. അതിന് കാരണങ്ങളുണ്ട്. മുംബൈ ഇന്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം ഇത് ജയിച്ചാലും ജയിച്ചില്ലെങ്കിലും പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അവർ ടൂർണമെന്റിൽ നിന്ന് പുറത്തായി. പക്ഷേ പഞ്ചാബ് കിങ്സിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ മസ്റ്റ് വിൻ മാച്ചായിരുന്നു ഇത്. ഇനി മാച്ചിലേക്ക് വന്നാൽ മുംബൈ നായകനായി ജസ്പ്രീത് ബുംറ കടന്നു വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഹർദിക് പാണ്ഡ്യ എവിടെ? ഹർദിക് പാണ്ഡ്യയെ മാറ്റിക്കൊണ്ട് ജസ്പ്രീത് ബുംറ മുംബൈയുടെ നായകനായി. ഇത് കുറച്ച് നേരത്തെ എടുക്കേണ്ട തീരുമാനമായിരുന്നോ എന്ന് പോലും പ്രേക്ഷകർക്ക് തോന്നും. ഹർദിക് പാണ്ഡ്യ അടുത്ത സീസണിൽ ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് ട്രേഡ് ചെയ്യപ്പെടാനുള്ള സാധ്യതകളും എല്ലാവരും പറയുന്നുണ്ട്. എന്നിരുന്നാൽ കൂടിയും മുംബൈ നായകൻ ജസ്പ്രീത് ബുംറ ടോസ് കിട്ടിക്കഴിഞ്ഞ് തെരഞ്ഞെടുത്തത് ബൗളിംഗ് ആണ്. കാരണം അദ്ദേഹത്തിന് അറിയാം, ഒരു ബോളർ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അറിയാം കളിക്കളത്തിന്റെ സവിശേഷതകളും സ്വഭാവങ്ങളും. അതുകൊണ്ട് ബോളർ ചെയ്യാൻ തീരുമാനിച്ച ആ തീരുമാനം വളരെ ശരിയായിരുന്നു എന്ന് വേണം കരുതാൻ. ആ മഞ്ഞുമൂടിയ മലനിരകൾക്ക് താഴെ പഞ്ചാബ് കിങ്സിനായി പ്രഭ്സിമ്രാൻ സിംഗും യുവതാരം പ്രിയാൻ ഷാരിയും ഇന്നിംഗ്സ് ആരംഭിക്കുകയാണ്. ആദ്യ പന്ത് മുതൽ ആവേശം കൊടുമുടിയിലായിരുന്നു. ദീപക് ചഹറിന്റെ ആദ്യ ഓവറിൽ തന്നെ പ്രിയാൻ ഷാരിയ ഒരു തകർപ്പൻ ബൗണ്ടറിയിലൂടെ പഞ്ചാബിന്റെ അക്കൗണ്ട് തുറക്കുന്നു. രണ്ടാം ഓവറിൽ ജസ്പ്രീത് ബുംറയെ പ്രഭ്സിമ്രാൻ ബൗണ്ടറി കടത്തിയെങ്കിലും തൊട്ടടുത്ത പന്തിൽ ഔട്ടാകേണ്ടതായിരുന്നു. പക്ഷേ ഒരു സിമ്പിൾ ലോലിപോപ്പ് ക്യാച്ച് എന്ന് പറയാൻ പറ്റുന്ന ഒരു ക്യാച്ച് നമൻദീർ വിട്ടു. അങ്ങനെ കിട്ടിയ ആ ഒരു ലൈഫ് മുതലാക്കിയ പഞ്ചാബ് ഓപ്പണർമാർ മുംബൈ ബോളർമാരെ കടന്നാക്രമിക്കുകയും പവർ പ്ലേ അവസാനിക്കുമ്പോൾ പഞ്ചാബ് ഒരു വിക്കറ്റ് നഷ്ടത്തിൽ 52 റൺസ് എന്ന നിലയിലായിരുന്നു. പ്രിയാൻ ഷാരിയ 22 റൺസ് എടുത്ത് പുറത്തായ ശേഷം ക്രീസിലെത്തിയ കൂപ്പർ കൊണോളിയും പ്രഭ്സിമ്രാനും ചേർന്ന് സ്കോർ ഉയർത്തുകയും പ്രഭ്സിമ്രാൻ സിംഗ് മനോഹരമായ ഒരു അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കുകയും ചെയ്തു. എന്നാൽ മധ്യ ഓവറുകളിൽ ഷർദുൽ താക്കൂർ പഞ്ചാബിനെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലാണ് ബോൾ എറിഞ്ഞത്. പ്രഭ്സിമ്രാൻ, ശ്രേയസ് അയ്യർ എന്നിവരെ ഒരേ ഓവറിൽ പുറത്താക്കി ഷർദുൽ മുംബൈയെ മത്സരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയായിരുന്നു. ഒരു ഘട്ടത്തിൽ 135-ന് 6 വിക്കറ്റ് എന്ന നിലയിൽ തകർന്ന പഞ്ചാബിനെ അസ്മത്തുള്ള ഒമർ സായിയുടെ 17 പന്തിൽ 38 എന്ന വെടിക്കെട്ട് ബാറ്റിംഗ് ആണ് ശരിക്കും 200 റൺസിലെങ്കിലും എത്തിച്ചത്. അവസാന ഓവറുകളിൽ വിഷ്ണു വിനോദും സേവിയർ ബാട്ട്ലെറ്റും ചേർന്ന് പഞ്ചാബ് സ്കോർ 200-ലെത്തിക്കുന്നു. നിശ്ചിത 20 ഓവറിൽ പഞ്ചാബ് 8 വിക്കറ്റ് നഷ്ടത്തിൽ 200 റൺസ് അടിക്കുകയാണ്. തുടർന്ന് ബാറ്റിങ്ങിന് വരുന്ന മുംബൈ ഇന്ത്യൻസിന്റെ വിജയലക്ഷ്യം 201 റൺസാണ്. മുംബൈക്കായി രോഹിത് ശർമ്മയും റയാൻ റിക്കിൾട്ടണും മികച്ച തുടക്കമാണ് നൽകിയത്. റിക്കിൾട്ടൺ 48 റൺസ് അടിച്ച് അർദ്ധ സെഞ്ചുറിക്ക് തൊട്ടു മുമ്പ് പുറത്തായെങ്കിലും മികച്ച സ്ട്രൈക്ക് റേറ്റ് നൽകി കളി മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന്റെ ആ ഇന്നിങ്സ് സഹായിച്ചു. അധികം വൈകാതെ തന്നെ 25 റൺസ് എടുത്ത രോഹിത് ശർമ്മയെ മാർക്കോ ജാൻസൺ പുറത്താക്കി. ഇതോടെ മുംബൈ സമ്മർദ്ദത്തിലായി എന്ന് തോന്നിയെങ്കിലും യുവതാരം തിലക് വർമ്മയും ഷെർഫൈൻ റുദർഫോൾഡും ചേർന്ന് ഇന്നിങ്സ് മുന്നോട്ട് നയിച്ചു. അവസാന 4 ഓവറിൽ മുംബൈക്ക് ജയിക്കാൻ 52 റൺസ് വേണമായിരുന്നു. 18ാം ഓവറിൽ മാർക്കോ യാൻസനെതിരെ തിലക് വർമ്മ 22 റൺസ് അടിച്ചുകൂട്ടിയതോടെ മത്സരം മുംബൈയുടെ കൈപ്പിടിയിലാവുകയും പിന്നീട് 19ാം ഓവറിൽ അർഷദീപ് സിംഗിനെതിരെ വിൽ ജാക്സ് ഒരു 6-ഉം 4-ഉം അടിച്ച് ലക്ഷ്യം വളരെ എളുപ്പത്തിലാക്കി. ലാസ്റ്റ് ഓവറിൽ ജയിക്കാൻ 14 റൺസ് വേണമെന്നിരിക്കെ സേവിയർ ബാട്ട്ലെറ്റിന്റെ ആദ്യ പന്ത് തന്നെ വിൽ ജാക്സ് 6 പറത്തി വിജയം ഉറപ്പിക്കുകയാണ് ഉണ്ടായത്. പിന്നീട് അവസാന 3 പന്തിൽ 6 റൺസ് വേണമെന്നിരിക്കെ തിലക് വർമ്മ ആദ്യത്തെ ഒരു ബോള് പിറകിലേക്ക് അടിക്കാൻ വേണ്ടി ശ്രമിച്ച് പരാജയപ്പെട്ടെങ്കിലും ഒരു ഡോട്ട് ബോൾ വീണെങ്കിലും പിന്നീട് തുടർച്ചയായി ഒരു പടുകൂറ്റൻ 6-ഉം 4-ഉം എല്ലാം അടിച്ച് മുംബൈ ഇന്ത്യൻസിനെ അവിശ്വസനീയമായ ഒരു വിജയത്തിലേക്ക് എത്തിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ വിജയം കൊണ്ട് താഴെ നിന്ന് 1-2 സ്ഥാനങ്ങൾ മെച്ചപ്പെടും എന്നല്ലാതെ പ്ലേ ഓഫ് സാധ്യതകളൊന്നും മുംബൈ ഇന്ത്യൻസിന് തുറന്നു കിട്ടില്ല. അതുകൊണ്ട് തന്നെ മുംബൈ ആരാധകർക്ക് ഈ ഒരു വിജയം വലിയ സന്തോഷത്തിന് വകയുള്ളതാണോ എന്ന് ചോദിച്ചാൽ അല്ല. വിൽ ജാക്സ് 10 പന്തിൽ 25 റൺസുമായി പുറത്താകാതെ നിന്നു. 33 പന്തിൽ 75 റൺസ് എടുത്ത
തിലക് വർമ്മയാണ് മുംബൈയുടെ വിജയശില്പി. 19.5 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 205 റൺസ് നേടി മുംബൈ ഇന്ത്യൻസ് 6 വിക്കറ്റിന്റെ മികച്ച വിജയം സ്വന്തമാക്കിയപ്പോൾ മുംബൈ ഇന്ത്യൻസ് ആരാധകരല്ല കൂടുതൽ സന്തോഷിച്ചത്. ആരാണ് പിന്നെ സന്തോഷിച്ചത്? ചെന്നൈ സൂപ്പർ കിങ്സ് കി പെരിയ വിസിൽ അടിയുങ്കോ. അതെ, ചെന്നൈ സൂപ്പർ കിങ്സ് ആണ് കൂടുതൽ സന്തോഷിച്ചത്. കാരണം ചെന്നൈക്ക് പ്ലേ ഓഫ് സാധ്യതകൾ തുറന്നു കൊടുക്കുന്ന മത്സരമാണ് മുംബൈ ഇന്ത്യൻസ് കാഴ്ചവെച്ചത്. പഞ്ചാബ് ആയിരുന്നു പ്രധാന പ്രതിസന്ധി. പക്ഷേ മുംബൈ ഇന്ത്യൻസുമായുള്ള തോൽവി പഞ്ചാബിനെ പ്രതിസന്ധിയിലാക്കി എന്ന് വേണം പറയാൻ. ഇന്ന് നടക്കുന്ന LSG മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ജയിച്ചാൽ ഉറപ്പായും ചെന്നൈ 4ാം സ്ഥാനത്തേക്ക് എത്തുന്നതാണ്. പ്ലേ ഓഫ് സാധ്യതകൾ വീണ്ടും ചെന്നൈക്ക് മുമ്പിൽ വളരെ മികച്ച രീതിയിൽ തുറക്കുകയാണ്. ഇനിയുള്ള 2 കളികളിൽ 1 കളി മാത്രം തോറ്റാലും പ്രശ്നമില്ല എന്ന നിലയിലാണ് ചെന്നൈ സൂപ്പർ കിങ്സ് പ്ലേ ഓഫ് സാധ്യതകളെ നോക്കിക്കാണുന്നത്. മുംബൈ ഇന്ത്യൻസിന്റെ ഈ ഒരു മികച്ച വിജയം ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ചത് ചെന്നൈ സൂപ്പർ കിങ്സ് ആരാധകരെയാണ്. ചെന്നൈ സൂപ്പർ കിങ്സിന് ഉറ്റ സുഹൃത്തായിട്ടുള്ള മുംബൈ ഇന്ത്യൻസ് വഴി തുറന്നു കൊടുത്തു. ഇതാണ് നൻബൻ, ഇതാണ് നൻബൻഡ, ഇതാണ് ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും പറയുന്നത്. സഞ്ജു സാംസൺ അടക്കമുള്ളവരുടെ ഫോം നിർണായകമാണ്. സഞ്ജു ഇന്നത്തെ കളി എന്ത് ചെയ്യും എന്നുള്ളത് ആരാധകർ ഉറ്റുനോക്കിയിരിക്കുകയാണ്. ഉർവിൽ പട്ടേലിന്റെ ഇന്നിങ്സും ആരാധകർക്ക് ആവേശം പകരുന്ന ഒരു കാഴ്ചയായി മാറുമോ എന്ന് കണ്ടറിയണം. എന്തായാലും LSG മത്സരത്തിൽ LSG കഴിഞ്ഞ കളിക്ക് തിരിച്ചടിക്കുമോ എന്നതും ഒരു ചോദ്യമാണ്. എന്നിരുന്നാൽ കൂടിയും ഇന്നത്തെ ചെന്നൈ സൂപ്പർ കിങ്സ് LSG മാച്ചിൽ ചെന്നൈ ജയിക്കുകയാണെങ്കിൽ ചെന്നൈക്ക് പ്ലേ ഓഫ് സാധ്യതകൾ ഉണർത്തി 4ാം സ്ഥാനത്തേക്ക് വരാനുള്ള ഒരു സാധ്യത മുംബൈ ഇന്ത്യൻസ് തുറന്ന ഒരു മത്സരമായിരുന്നു ഇന്നലെ കണ്ടത്. അതുകൊണ്ട് തന്നെ മുംബൈ ഇന്ത്യൻസും ചെന്നൈ സൂപ്പർ കിങ്സും ഇനി മുതൽ ശത്രുക്കളല്ല. അത് ഈ സീസൺ തുടങ്ങിയപ്പോൾ മുതൽ നമ്മൾ പറയുന്നതാണ്. പഴയ പോലെ മുംബൈ ചെന്നൈ എന്ന് പറഞ്ഞ ഒരു വൈരാഗികൾ തമ്മിലുള്ള, വില്ലന്മാർ തമ്മിലുള്ള, അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുത കാണിക്കുന്നവർ തമ്മിലുള്ള മാച്ചായിട്ടൊന്നുമല്ല ഇപ്പോൾ പോകുന്നത്. ഇപ്പോൾ പ്രധാന ശത്രു ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് ആണ്. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരാണ്, RCB ആണ് ഇരുവരുടെയും മുഖ്യ ശത്രു എന്ന നിലയിലാണ് കാര്യങ്ങൾ. ആരാധകർക്കിടയിലും അങ്ങനെ തന്നെയാണ്. മുംബൈ ഇന്ത്യൻസും ചെന്നൈ സൂപ്പർ കിങ്സും ദോസ്തുക്കളായി മാറിയ ഒരു പ്രത്യേക സീസൺ കൂടിയാണ്. കഴിഞ്ഞ പ്രാവശ്യം RCB കപ്പടിച്ചതിന് ശേഷം ഇതാണ് സിറ്റുവേഷൻ. എന്നിരുന്നാൽ കൂടിയും മുംബൈ ഇന്ത്യൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ പ്ലേ ഓഫിൽ കയറ്റാൻ വേണ്ടി കഷ്ടപ്പെട്ടു ഈ ഒരു മാച്ചിൽ എന്ന നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് സ്പോർട്സ് വിത്ത് പ്രേക്ഷകരെ? മുംബൈ ഇന്ത്യൻസിന്റെ വിജയം CSKയ്ക്കാണോ മുൻതൂക്കം കൊടുത്തത്, അതോ മുംബൈ ഒരു ആശ്വാസ വിജയം എന്നുള്ള നിലയിലാണോ നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. പിന്നെ ഇതുപോലുള്ള വളരെ മൂല്യമുള്ള അർത്ഥവത്തായ കഥകൾക്കും വീഡിയോകൾക്കും വേണ്ടി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക.